കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. 9 ദിവസങ്ങളിലായി 9 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കേണ്ടത്. ആദ്യത്തെ 3 ദിവസം പാർവതിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മിയായും, അവസാന 3 ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു. കേരളത്തിൽ ഒടുവിലത്തെ 3 ദിവസമാണ് ഏറ്റവും പ്രധാനം. അഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കേണ്ടത്. നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ്. വിജയദശമി ദിവസം വിദ്യാരംഭ ദിനമാണ്. ആയുസ്, ദാരിദ്ര്യശമനം, വിദ്യാഗുണം, ആഗ്രഹസാധ്യം, ശത്രുദോഷ നിവാരണം, ധനലാഭം, കുടുംബൈശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിൻ്റെയും പൂജയുടെയും ഫലം. നവരാത്രിയുടെ ഐതിഹ്യം. മഹിഷാസുരൻ എന്ന അസുരന് ബ്രഹ്മദേവനിൽ നിന്നും ഒരു വരം ലഭിച്ചു. ഒരു സ്ത്രീ അല്ലാതെ വേറെ ആർക്കും അവനെ നിഗ്രഹിക്കാനാവില്ല എന്നതായിരുന്നു വരം. ഈ വരത്തിൻ്റെ അഹങ്കാരത്തോടെ മഹിഷാസുരൻ ലോകത്തുടനീളം നാശം വിതയ്ക്കാൻ തുടങ്ങി. സ്വർഗവും ഭൂമിയും തൻ്റെ അധീനതയിലാക്കി. ദേവന്മാർ തങ്ങളുടെ ദേവലോകം നഷ്ടപ്പെടുമെന്ന ഭയത്തോടെ ത്രിമൂർത്തികളെ സമീപിച്ചു. ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തികൾ കൂട്ടിയോജിപ്പിച്ച് ദുർഗാദേവിയെ സൃഷ്ടിച്ചു. 10 കൈകളിലും ആയുധമേന്തിയ ദേവി 9 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിച്ചു. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമായി 9 ദിവസം ദുർഗാദേവിയോടുള്ള ആരാധനയോടെ നവരാത്രി ആഘോഷിക്കുന്നു. നവരാത്രിയിൽ ദേവിയെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു. നവരാത്രിയുടെ 1-ാം ദിവസത്തിൽ ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതീദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. സതി, ഭവാനി, പാർവതി, ഹൈമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്കുണ്ട്. നവരാത്രിയുടെ 2-ാം ദിവസത്തിൽ ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ പൂജിക്കുന്നു. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി. നവരാത്രിയുടെ 3-ാം ദിനത്തിൽ ആരാധിക്കേണ്ട ദേവീഭാവം ചന്ദ്രഘണ്ഡ എന്നറിയപ്പെടുന്നു. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രഘണ്ഡ രൂപിണിയായ ദേവീ സങ്കല്പത്തിനാധാരം. സ്വർണവർണ്ണമുള്ള ശരീരവും 10 കൈകളുമുണ്ട്. യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീഭാവമാണ് 3-ാം നവരാത്രിയിലേത്. ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം, കാര്യസിദ്ധി, ഐശ്വര്യം എന്നിവ കരാഗതമാകുന്നതാണ്. നാലാം ദിനത്തിൽ ആരാധിക്കേണ്ട ദേവീ സ്വരൂപം കുഷ്മാണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. നവരാത്രി വ്രതം 5-ാം ദിവസം ദേവിയെ സ്കന്ദമാതാവായാണ് സങ്കല്പ പൂജ ചെയ്യേണ്ടത്. 2 കൈകളിലും താമരപ്പൂവും, താഴത്തെ ഒരു കൈ പുത്രനായ സുബ്രഹ്മണ്യനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. നവരാത്രിയുടെ 6-ാം ദിവസം ദേവിയെ ആരാധിക്കേണ്ട സ്വരൂപം കാർത്യായനിയുടേതാണ്. നവരാത്രി വ്രതം 7-ാം ദിനം നവദുർഗാ ഭാവങ്ങളിലാണ്. ഈ രൂപമാണ് ഏറ്റവും ഭയാനകം. ദേവി ശക്തിരൂപം കൊണ്ട് കാളരാത്രിയായി ശോഭിക്കുന്നു. ദേവിയുടെ ഭയാനക രൂപം മനോദൗർബല്യം പരിഹരിച്ച് മനുഷ്യനെ കർമ്മനിരതനാക്കാൻ വഴി തെളിയിക്കുന്നു. നവരാത്രിയിലെ
8-ാം ദിവസത്തിൽ ദേവീഭാവം മഹാഗൗരിയാണ്. ദേവി ശാന്തസ്വരൂപിണിയും ശുഭ്രവർണ്ണ സ്വരൂപിണിയുമാണ്. നവരാത്രിയുടെ 9-ാം ദിവസം ആരാധിക്കേണ്ടത് സിദ്ധിദാത്രി രൂപമാണ്. അന്ന് ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകുന്നു. ചതുർഭുജങ്ങളിൽ ഗദാചക്രങ്ങളും ശംഖും താമരയും ധരിച്ച് ദേവി വരദായിനിയായി പരിലസിക്കുന്നു. ഏവർക്കും നവരാത്രി ആശംസകൾ.